സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ചിലർക്ക് വേണ്ടി മാത്രമാണോ? ചിലർ കണ്ണിലെ കരടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇതാണ് ഞാൻ പറയുന്നത്. ഈ എന്തിനാണ് നിയമനം എന്നുള്ള ഒരു ചോദ്യം. ഇപ്പം ഞാൻ പറഞ്ഞ ഏറ്റവും മികച്ച കാർഡിയോതൊറാക്സിക് സർജനെ നമുക്ക് വേണ്ട, അദ്ദേഹം പൊക്കോട്ടെ എന്ന് പറയാം, അദ്ദേഹം സ്വകാര്യ മേഖലയിൽ പോയി ജോലി ചെയ്തെടുത്തോട്ടെ, കുഴപ്പമില്ല, അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ഒരു സർവീസിനകത്ത് നിന്ന് പ്രത്യേകിച്ചും റിട്ടയർമെൻറ്റിനോട് അടുത്ത് വരുന്ന സമയത്ത് പലപ്പോഴും പല രീതിയിലും അവർ എന്തൊക്കെ രീതിയിലാണ് മെയ്വഴക്കം കാണിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണോ പുനർനിയമനം എന്ന് ആൾക്കാർ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? കാരണം ഇവർക്ക് പ്രത്യേക ചില എന്താ പറയുക ആനുകൂല്യങ്ങൾ ഒന്നവരെ വീണ്ടും വയ്ക്കുന്നു എന്നുള്ളത് യാതൊരു നടപടിക്രമവും പാലിക്കാതെ അങ്ങ് എടുക്കുകയാണ്. അല്ലാതെ പരസ്യം ചെയ്തിട്ടോ ഇൻ്റർവ്യൂ ചെയ്തിട്ടോ ഒന്നുമല്ലല്ലോ. കേന്ദ്രത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ പോലും ഒരു IAS ഡെപ്യൂട്ടേഷന് പോകണമെങ്കിൽ അവിടെ ഇൻ്റർവ്യൂ ഉണ്ട്, അവിടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. ഇത്തരം നിയമനങ്ങൾക്കൊക്കെ ഒരു പ്രൊസീജിയറുണ്ട്. നമ്മളിവിടെ അതുപോലും അല്ലല്ലോ. നമ്മൾ ഒരാളെ കാണുന്നു, അയാളെ എടുക്കുക, വാ എന്ന് പറയുന്ന ഒരു ലാഘവത്തോടെയാണ് അവിടെ എടുക്കുന്നതൊന്ന്. അതിനുശേഷം ആ ശമ്പളം ഫിക്സ് ചെയ്യുന്നത് അതിനെക്കാട്ടിലും ആർബിട്രറി ആയിട്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ആക്ച്വലി ഈ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക്, ഈ സിസ്റ്റത്തിന് ആ വ്യക്തിയുടെ സേവനം അത്രമാത്രം ആവശ്യമാണോ എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു കാർഡിയോതൊറാസിക് സർജനാണ് യഥാർത്ഥത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു അസറ്റ്. അതെ, ഒരു 55 വയസ്സിൽ മിടുമിടുക്കനായിട്ടുള്ളൊരു സർജൻ, ആ സർജൻ്റെയൊക്കെ കൈയും മികവും ഒക്കെ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന കാലമാണത്. പ്രൈമാണ്. ആ പ്രൈമിൽ നമ്മളൊരു ഡോക്ടറെ വിട്ട് കളയാണ്. എന്നിട്ട് കുറേ ഫയൽ നോക്കാൻ അറിയാമെന്നല്ലാതെ അതുപോലും നല്ല മെയ്വഴക്കം കാണിച്ചിട്ടുള്ളവരെ മാത്രം വീണ്ടും എടുക്കുന്നതിനകത്തുള്ള ഒരു അന്യായം ഉണ്ടല്ലോ. സിസ്റ്റം ഷുഡ് ബി ഫെയർ ആണെന്ന് മാത്രമല്ല, ഫെയർ ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം.